സ്വാഗതം. ഇന്ന് ഞാന് വൈഫ് സിനുവിനെ കൊണ്ടാക്കണ ഗൈസ്. സിനുവിന്റെ വീട്ടില് വേണ്ട, അതിന്റെ സന്തോഷത്തിലാണ്. ഖത്തറിന്ന് അത്തറിന്റെ മണമുള്ള അത്തറുമായിട്ട് ഇന്ന് സിനുവിന്റെ ഉപ്പ വരികയാണ് അല്ലേ? ജൂലൈ ആഗസ്റ്റിലൊക്കെ ലീവാണ്. അപ്പോൾ എന്തായാലും ഇന്ന് വരികയാണ്. ഏകദേശം എത്ര മണിക്കാണ് ഫ്ലൈറ്റ് ഇറങ്ങുക സിനോ? 8:30 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ കോഴിക്കോട് കരിപ്പൂര് എയർപോർട്ടിൽ ഇറങ്ങും. നമ്മൾ കൊണ്ടുവരാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളാ നേരത്തെ അവിടെ എത്തുമെന്നോ ഇത്ര നേരമായിട്ട് എത്തിയിട്ടില്ല. നമ്മളെന്തായാലും ഇപ്പോൾ സമയം 7:18. അപ്പോൾ ഇപ്പോഴെങ്കിലും അവിടെ നിന്ന് ഇറങ്ങണം. നമുക്ക് കുറച്ച് ദൂരം പാടേ ഉള്ളൂ. ഇനി അഥവാ നമ്മൾ എത്തിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകണതാവൂലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അറിയിക്കാം. വരുന്നതും ഇതാക്കുന്നതൊക്കെ. വാപ്പാർ പൊതുവെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ മക്കൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവില്ല. നമുക്കെന്താ എൻ്റെ മുഖത്ത് സന്തോഷമില്ലാത്തത്? സന്തോഷം ചെറിയിൽ മാത്രമേ ഉള്ളൂ. വേറെ പൊതുവെ എന്താ ഇവിടെ ഇതെടുക്കുമ്പോ ഡോക്ടർ ചോദിച്ചാൽ എന്ത് സ്കാനിങ്ങിൽ ഇപ്പോഴത്തെ അല്ല, 5-ാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോ ഡോക്ടർ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. എന്താ എനിക്കൊരു സന്തോഷമില്ലാത്തത്? ഞാൻ ഇങ്ങനെ നോക്കുമ്പോ അപ്പൊ ഡോക്ടർ തന്നെ പറയുന്നു ഉത്തരോ 2ാമത്തെ ആയോണ്ട് ആദ്യത്തേന് നമുക്കൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ആയിക്കൂലേ എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഗൈസ് നമുക്ക് ഇന്ന് കുറച്ച് നേരം വൈകാനുള്ള കാരണം വേറൊരു പരിപാടിയും പാടുണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോണത്. കാരണം നമ്മൾ കുറച്ച് നേരത്തെ എത്തും വിചാരിച്ചു. പക്ഷെ വരുന്ന വഴിക്ക് ബ്ലോക്കും അതിൻ്റെ ഇടയിൽ എന്ത് പെട്ടു, ഒരു റോഡിന് എന്താണ് പണി നടക്കണോണ്ട് ഞങ്ങൾക്ക് കുറച്ച് കറങ്ങി തിരിഞ്ഞ് പോരേണ്ടി വന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അരീക്കോട് എത്താനായിട്ടുണ്ട്. നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണതോ അതൊന്നും നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിക്കണം എന്നുള്ള പ്ലാൻ ഉണ്ട്. കാരണം വീട്ടിൽ നമുക്ക് എന്താണ് പണിക്കാർ വരുന്നുണ്ട്, ടൈൽസിൻ്റെ പണിക്കാർ വരുന്നുണ്ട്. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അലേഹൊക്കെ നമ്മുടെ എൻ്റെ ഉപ്പ അലേഹനെ കണ്ടിട്ട് പോയതാണോ? അതായത് 2 വട്ടം അലേഹൻ ജനിച്ചിട്ട് 2 വട്ടം പോയി വന്നോ? അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫസ്റ്റത്തെ പോക്കാണോ വിചാരിച്ച്. നമുക്ക് ഇങ്ങോട്ടാണല്ലേ ഏതിനൊക്കെ ലൊക്കേഷൻ വെച്ച് അവസാനം വല്ല എന്താ പറയാ നിലമ്പൂരൊക്കെ എത്തുന്നു ഗൈസ്. അലേഹ മൈത്രേ ഇത് എവിടെ എത്തിക്കണേ? എനിക്കറിയില്ല കേട്ടോ എവിടെ എത്തിക്കണം. മൈത്ര എൻ്റെ നാട് അണക്കല്ലേ അറിയുള്ളൂ. എൻ്റെ മിക്കവാറും എനിക്കിത് തോന്നണം എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാല് എടവണ്ണ കഴിഞ്ഞ് നമ്മൾ പിന്നെ കഴിഞ്ഞോ? എന്താ ഇപ്പൊ വരുമ്പോ ഫുഡ് എന്താ പുറത്ത് നിൽക്കാന്ന് വിചാരിച്ചില്ലേ? ഇതാ പാലം. ഏത് പാലം? മൈത്രോ? ഓക്കെ ഗൈസ്, മൈത്ര പാലാണ്. അപ്പോൾ ഇപ്പച്ചി വരുമ്പോൾ എന്തായാലും പുറത്തുനിന്ന് കഴിക്കാനുള്ള ഇതിലാണ്. പാലത്തുനിന്ന് മൈത്രയിൽ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് ഇന്നലെ രാത്രി പോന്നിട്ട് ഈ നേരം വരെ ഫ്ലൈറ്റിലാണ്. അതായത് കുറെ നേരം ഒമാനില് 8 മണിക്കൂർ 9 മണിക്കൂറോളം ഒമാനില് എന്താണ് ഡിലേ വന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ കാല് മാറ്റി ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇന്നലെ ശരിക്കും പോകുന്നു. ഈ നേരം വരെ നാട്ടിലെത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും എത്തണതാവും കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് അവിടുന്ന് കാരണം ഞാൻ അവിടെ ഇവിടുന്ന് വരുമ്പോഴേക്കും നേരം കുറെ ആവും. കാരണം എയർപോർട്ടിൽ നിന്ന് പിന്നെ സിനുവിന്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് അല്ലേ? ഇതിപ്പോ എവിടെ എത്തി? റൈറ്റ് ലെഫ്റ്റാ? ഇത് നമ്മുടെ മെയിൻ റോഡ് എത്തിയില്ലേ? നമ്മള് വീട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നേരം ആയതുകൊണ്ട് ഇറങ്ങില്ലല്ലേ. അങ്ങനെ നമ്മൾ എവിടെ എത്തി? എയർപോർട്ടിലെത്തിയില്ലേ? നീ ഇവിടെ കൊണ്ടേ പാർക്ക് ചെയ്യാ. കുറച്ച് ആൾക്കാര് സന്തോഷത്തിനും കുറച്ച് ആൾക്കാര് ദുഃഖത്തിനും വരുന്ന സ്ഥലം. എവിടെ പോണോലെ ആക്കാൻ അന്നെ ഞാൻ ഫ്ലൈറ്റ് കയറ്റി കൊടുക്കായിരുന്നു. ഞാൻ മുണ്ടാതിരുന്നു അവിടെ. ഗൾഫിക്ക് പോണതാക്കാൻ വരുന്നവർക്ക് സങ്കടം, കൊണ്ടുവരാൻ വരുന്നവർക്ക് സന്തോഷം. ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പോകുന്ന കുറച്ച് പേരുണ്ട് അല്ലേ?
ഓക്കെ, അപ്പോൾ ഇതാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം. നമ്മളെവിടെ വണ്ടി പാർക്ക് ചെയ്യുക? നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. എയർപോർട്ടിലേക്ക് നടന്നു പോവാണ്. ഏകദേശം ഉള്ളിൽ കയറി. ഇവിടെ പാർക്കിംഗ് ഫീ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഫീസ് അധികം കിടക്കേണ്ടത് കേട്ടോ. പോരെ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും നമുക്ക് ബാക്കിയുള്ളവരൊക്കെ മുമ്പിൽ പോയിക്കണേ. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഒരുപാട് നേരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അലയൊക്കെ ക്ഷമ കെട്ടുകൊണ്ട് ഇറക്കി വിട്ടാണ്. അതുപോലെ കവട്ടെ നിൽക്കണതുണ്ടോ? ഇതാണ് അംഗം. ഇതൊക്കെ എൻ്റെ മേത്തൊന്നും നിൽക്കണില്ല, മണ്ട. അതിൻ്റെ ഒപ്പം അങ്ങോട്ട് പോയില്ലെങ്കിൽ തരസിയാകും. ആര് ഇതാക്കുക അങ്ങനെ അൽഹംദുലില്ലാ അങ്ങനെ ഉപ്പനൊക്കെ കൊടുന്ന് അല്ലേ. രാവിലെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. എന്തായാലും കുറച്ച് നേരം വൈകിയില്ല സിനോ. എയർപോർട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇത്രയും നേരം കാത്തിക്കുന്നത്. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8:30 മണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങുന്നുണ്ട്. 9:30 ഉള്ളിൽ ആ പെട്ടി ലഗേജിനാവും ചിലപ്പോൾ നേരം വൈകിട്ടുണ്ടാവും. ഓക്കെ. അപ്പം എന്തായാലും ഞങ്ങൾ ഭംഗിയായിട്ട് തന്നെ എല്ലാം കഴിഞ്ഞു വീട്ടിലെത്തി. പിന്നെ കാര്യമായിട്ട് പെട്ടിയൊന്നും തുറക്കണ വീഡിയോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം കൂടുതൽ പെട്ടിയൊന്നും കൊടുന്നിട്ടില്ല അല്ലേ. അതായത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു വർഷത്തിൽ 2 വട്ടം വരില്ലേ. പിന്നെ എപ്പോഴും പെട്ടി കൊണ്ടുവരാനൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നമ്മളെ കുടിയിരിക്കലാകൊണ്ട് പെട്ടി തികയാണ്ട് കാർഗോ വരെ കൊടുത്തിരുന്നു. ഓക്കെ, കാരണം ഇവർ ഓരോ സാധനം ഓർഡർ ചെയ്തിട്ട്. അപ്പം എന്തായാലും അതെല്ലാം കഴിഞ്ഞ് സിന്നോട് പറഞ്ഞു, 2 ദിവസം അവിടെ നിന്നോ. ഞാൻ എൻ്റെ അവിടെ നിൽക്കുന്നില്ല, ഞാൻ പോരുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നാലെ പോരുക. ഞാൻ പറഞ്ഞു വാപ്പയൊക്കെ വന്നല്ലേ, ഒരാഴ്ച നിന്നു. എനിക്ക് എങ്ങോട്ടേലും പോരണമെങ്കിൽ പോരാന്നല്ലേ. അലേഹ ഉറങ്ങിയിട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ പാണ്ടിക്കാട് വഴിയാണ് തിരിച്ചു പോണത്. കാരണം എന്താ വെച്ചാൽ മഞ്ചേരിയിൽ നിന്ന് പെരിന്തൽമണ്ണക്ക് റോഡ് ഭയങ്കര മോശമാണ്. അതായത് കുണ്ടും കുഴിയും, പിന്നെ പ്രഗ്നൻസി ടൈമുമാണ് ഒന്ന്, പിന്നെ ഭയങ്കര ബ്ലോക്കാണ്. പിന്നെ വണ്ടി ഓടിച്ചിട്ട് നമ്മൾ തന്നെ ചടക്കും. അപ്പോൾ ഇതിന് പോകുമ്പോൾ ഒരു 4 കിലോമീറ്റർ അധികം ആവുമെങ്കിലും നമ്മുടെ വണ്ടിക്കും കുഴപ്പമില്ല. എന്താണ് ഈ ഒരു ടൈമിൽ കുഴപ്പമില്ല, നമുക്ക് സുഖമായി പോയി വരാം. ഇപ്പം ഞാൻ ഈ റൂട്ടിലാണ് കൂടുതൽ യാത്ര ചെയ്യൽ കേട്ടോ. എന്തായാലും ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെയാണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. വീടെത്തിയിട്ട് വീട്ടിലെ വിശേഷങ്ങൾ പങ്കിടാം. പിന്നെ വീട്ടിൽ പണിക്കാരുണ്ട്, അപ്പം എന്തൊക്കെയാണെന്ന് കാണിച്ചുതരാം. ഞാൻ ആ ഒരു സാധനമല്ലേ, എന്താ പറയുക, ഒരു മുട്ടായി ഉണ്ടായിരുന്നു അവിടെ. അത് കഴിച്ചിട്ട് എനിക്ക് ഇവിടെ തങ്ങിക്കുണ്ട് സാധനം. എനിക്ക് തന്ന് അതന്നെ അങ്ങോട്ട് ഇറങ്ങി പോകണില്ല. ഓക്കെ, അപ്പം എന്തായാലും ഗൈസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.